ഹേയ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഗാർഡനിങ് പരിപാടികളാണ് കേട്ടോ. എൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, ഞാൻ വാങ്ങിയ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ കുറച്ച് പ്ലാന്റ്സ് പോട്ട്സ് ഞാൻ വാങ്ങിയതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്യാനും പിന്നെ ഒക്കെ ഒന്ന് ശരിയാക്കാണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഓൺ വോയിസിൽ ചെയ്യാൻ വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഫാൻ ഇടാണ്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി സ്വെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോഴേ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ചട്ടികളുണ്ടായിരുന്നു. നമ്മളന്ന് മാംഗ്ലൂർ പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന കുറച്ച് നല്ല സെറാമിക്കിൻ്റെ ചട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസമായിട്ടോ ഞാൻ ഇത് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ട്, പക്ഷേ ടൈം കിട്ടണ്ടേ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ചട്ടി. ഇത് സെറാമിക്കിൻ്റെ ഇങ്ങനെ ഒരു പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ളൊരു പോട്ടാണ് കേട്ടോ. അത്യാവശ്യം സൈസുള്ള പോട്ടാണ്. എനിക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ 3 പോട്ട് കിട്ടിയിട്ടുള്ളത്. ബാക്കി പോട്ട്സൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫേണിനെ സെറ്റ് ചെയ്യണം. നമ്മൾ വെള്ളം കുടിക്കുന്ന മണ്ണിൻ്റെ കൂജ ഇല്ലേ, അങ്ങനത്തെ ഒരു കൂജ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനാണെങ്കിൽ ലീക്കാണ്. അപ്പോൾ അതിനെക്കൊണ്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ടൈപ്പ് ഫേൺസ് ഉണ്ട്. അതിൽ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പോട്ടൊന്ന് നോക്കിയാലോ. ആദ്യത്തെ പോട്ട് കുറച്ച് വൈഡായിട്ടുള്ള പോട്ടായിരുന്നു. ഇത് നമ്മളുടെ ആ ഒരു ബ്ലൂ പോട്ടറിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മാത്രമല്ല അതിൻ്റെ മുകളിലെ ഫ്ലവേഴ്സും പിന്നെ ഫിനിഷിംഗ് ഒക്കെ കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഹാൻഡ് മെയ്ഡ് അല്ലേ, അപ്പോൾ പിന്നെ ഞാനത് അത്ര കാര്യമാക്കിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സുന്ദരി പോട്ടുകൾ വാങ്ങിയിട്ടുണ്ട്. അവരെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ മൂന്നാമത്തെ ഞാൻ വാങ്ങിച്ച പോട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു സെയിം കളർ തന്നെ കേട്ടോ. ഈ ഒരു ബ്ലൂ കളർ തന്നെയാണ്, പക്ഷേ ഷേപ്പ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഈ ബ്ലൂ കളറിനോട് അടങ്ങാനാവാത്തുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ വാങ്ങിച്ച കേട്ടോ. ഇതാണെങ്കിൽ എനിക്ക് മാറ്റിയെടുക്കാൻ വേറെ പീസും ഇല്ലായിരുന്നു, ഒരൊറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെയും ഇവിടെയും കുറച്ച് സ്ക്രാച്ചസും ഫിനിഷിങ്ങിൻ്റെ കുറച്ച് കുറവൊക്കെ ഉണ്ട്. എന്നാലും എനിക്കിത് 3 കൂടെ അത്യാവശ്യം നല്ല ബഡ്ജറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. അന്നത്തെ ദിവസം അവരെ ആക്ച്വലി ക്ലോസ് ചെയ്യാനിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെനിക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ കാണുന്ന ഫേൺസിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇവരെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു മൺകുടുക്കൻ്റെ മുകളിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോണത്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. അതുകൊണ്ടാണ് ഞാനത് ഫസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്ത് തരാനോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്ത് തരാനോ ഒന്നും ആരുമില്ല. ഫ്രെയിം സെറ്റ് ചെയ്യാനൊന്നും ആരുമില്ലായിരുന്നു. ഒക്കെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറേ ടൈമും എടുത്തു. മാത്രമല്ല ഈ ഒരു ചെറിയ ടേബിളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്യണത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മളുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള മൺകൂജ. ഇതിന് നല്ലൊരു മൂടിയുണ്ട്. പിന്നെ ലീക്കിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം വെക്കാറില്ല. അപ്പോൾ ലീക്ക് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു പൂജ എപ്പോഴും വെറ്റായിരിക്കും. അത് നോർമലി ഇങ്ങനെ മണ്ണിൻ്റെ പൂജയൊക്കെ എപ്പോഴും ഇങ്ങനെ ഒരു മോയ്സ്ചർ ഉണ്ടാവുമല്ലോ അതിന്മേൽ. അപ്പം നമുക്കിത് സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫേൺ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് ഇതുപോലെ ചരടാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് ചാക്കുനൂലാണ്. അപ്പോഴേ ചെറിയ ടേബിൾ ആയതുകൊണ്ട് തന്നെ നമ്മളെ പോട്ട്സിനെയൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതൊന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അല്ലാണ്ട് എൻ്റെ സ്വന്തമായിട്ടുള്ള ഐഡിയ ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു ഫേൺ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് പിടിച്ചു കഴിഞ്ഞാൽ നല്ല രസത്തിൽ വളരും. ആവശ്യത്തിനുള്ള വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ വളരും കേട്ടോ. ഇതേപോലെ തന്നെ വേറെ ഒരു ബട്ടൺ ഫേൺസും ഉണ്ട് എൻ്റെ അടുത്ത്. അതും കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ ഇത്ര തിക്കല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ വിത്ത് റൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റൂട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന്മേലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് കെട്ടി വെക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യമുള്ള കയറ് എടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇതുപോലെ ഈ ചാക്കുനൂലൊക്കെ എപ്പോഴും സ്റ്റോക്കാണ്. കാരണം ഞാൻ ഈ മാക്രമേൻ്റെ കുറേ പ്ലാന്റ് ഹാങ്ങേഴ്സും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇതുകൊണ്ടും ഞാൻ ഇതൊരു കട്ടിയുള്ള ചാക്കുനൂലാണ്. ഇതുകൊണ്ടും ഞാൻ പ്ലാന്റ് ഹാങ്ങേഴ്സൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ടുള്ളത്.
പക്ഷേ കയറെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ഇഷ്ടം പോലെ ഇങ്ങനത്തെ കയറുകളുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പോട്ടമ്മലേക്ക് അറ്റാച്ച് ചെയ്യാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു അളവൊക്കെ നോക്കി അതിൻ്റെ ചുറ്റും ഈ ഒരു പോട്ടിൻ്റെ ചുറ്റും ഈ പ്ലാന്റ്സ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കുക ചെയ്യുക. എന്നിട്ട് അതിലുള്ള ആ ഒരു മോയ്സ്ചർ അബ്സോർബ് ചെയ്ത് അവർ അടിപൊളിയായിട്ട് വളരും കേട്ടോ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു സംഭവം. ഇതുപോലെ ഇതിങ്ങനെ ചുറ്റും വെച്ച് കൊടുക്കുക. ആദ്യം ചുറ്റും ഇങ്ങനെ 1-2 വെച്ചിട്ട് നമ്മൾ കയറെടുത്തിട്ട് ഒന്ന് കെട്ടി വെക്കാം. കാണുന്ന അത്ര ഈസി അല്ല കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു പോട്ടിൻ്റെ ഷേപ്പും മാത്രമല്ല പ്ലാന്റ്സിൻ്റെ ആ ഒരു റൂട്ടിൻ്റെ ഭാഗം കേട് വരാണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ ഏകദേശം ഒരു അളവ് നോക്കിയിട്ട് ആ കയറവിടെ കെട്ടിയിടുകയാണ് കേട്ടോ. ഇനി ആ കയറിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ എല്ലാവരും ഫിക്സ് ചെയ്യണം. എല്ലാ പ്ലാന്റ്സിൻ്റെ ആ ഒരു റൂട്ട് പോർഷനും ഫിക്സ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾ അതാണ് ചെയ്യാൻ പോണത്. കുറച്ച് ലൂസാക്കുക, കുറച്ച് മുകളിലോട്ടാക്കിയാൽ അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടില്ലേ പോട്ടിൻ്റെ, അപ്പോൾ കുറച്ച് മുകളിലോട്ടാക്കിയാൽ കയറ് ലൂസാവും. അങ്ങനെ എല്ലാവരും ആ കയറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഫിക്സ് ചെയ്യാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കയറിൻ്റെ ആവശ്യമില്ല. ഇവർ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കയറ് ഊരി മാറ്റാം. ആ പ്ലാന്റ്സ് അതിന്മേൽ തന്നെ ഇരിക്കും. പിന്നെ അതിൻ്റെ ചുറ്റും നല്ല തിക്കായിട്ട് തന്നെ ഈ പ്ലാന്റ്സ് വളരുകയും ചെയ്യും കേട്ടോ. നമ്മൾ നോക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇതിലെപ്പോഴും വെള്ളം നിറച്ച് വെക്കണം. എന്നാലല്ലേ അതിനുള്ളൊരു മോയ്സ്ചർ കിട്ടുള്ളൂ. അപ്പോഴേ നല്ല രീതിയിൽ അത് പിടിച്ച് വരുള്ളൂ. അപ്പോൾ നമ്മളുടെ എല്ലാ ഫേൺസും അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ ആ കയറിൻ്റെ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മളുടെ ഈ ഒരു ചരട് ഓവർ ടൈറ്റ് ആക്കാനും പറ്റില്ല. കാരണം ആ റൂട്ട്സൊക്കെ ഡാമേജ് ആയിപ്പോവും. അപ്പം ഒരു പാകമായിട്ടുള്ളൊരു ഒരു ടൈറ്റ്നെസ്സേ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാലും പ്ലാന്റ്സ് ഒക്കെ നല്ല സ്റ്റേബിളായിട്ടിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പോട്ട് ഞാൻ കാണിച്ചു തരട്ടെ. ശരിക്കും ഇതൊക്കെ ചെയ്തിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. കാരണം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. കുറേ കാലമായി ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഭയങ്കരമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ. ഇതിപ്പോൾ നമ്മൾ കയറ് കെട്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി സംഭവം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ഞാനിത് ഫുള്ള് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ കുറേ കാലമായി നമ്മളിത് യൂസ് ചെയ്തിട്ട് ഇത് ലീക്കായതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ സംഭവം ആകെ ഡ്രൈ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കണം. ഞാൻ ആക്ച്വലി വെള്ളം ഒഴിച്ച് വെച്ചു. പിന്നെ എൻ്റെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കിനും അത് പകുതിയായിട്ടുണ്ടായിരുന്നു. കാരണം കുറേ കാലമായതുകൊണ്ട് തന്നെ ആദ്യം ഒഴിച്ച വെള്ളം അത് കംപ്ലീറ്റ്ലി വലിച്ചെടുത്തു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഫേൺസൊക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള കൂജ? പിന്നെ ഇത് ഇത്ര വലിയ കൂജമ്മൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ മണ്ണിൻ്റെ ഗ്ലാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ, അതിമേലും ഇതുപോലെ ചെറിയ ഫേൺസൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ടേബിൾമേലൊക്കെ വെക്കാം കേട്ടോ. അപ്പം നിങ്ങളെടുത്തും വീട്ടിൽ ഇതുപോലെ വലിയ ആവശ്യമില്ലാത്ത മൺപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്മേൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫേൺസ് ആണ് ഇതിന്മേൽ വെക്കാൻ ഏറ്റവും ബെസ്റ്റ്. കാരണം മോയ്സ്റ്റ് ആയിട്ടുള്ള മതിൽമേൽ നമ്മളെപ്പോഴും ഫേൺസ് ആണല്ലോ കാണുക. അപ്പം ആ ഒരു ടൈപ്പ് പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് ഇതിലേക്ക് അറ്റാച്ച്ഡ് ആവുക. അപ്പോൾ നമ്മളുടെ ഫേൺസൊക്കെ സെറ്റായിട്ടുണ്ട്. കൂജമ്മൽ നല്ല അടിപൊളിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിൽ ഞാൻ ഫുള്ള് വെള്ളം ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി ഇത് പിടിക്കുന്നത് വരെ അവരെ കുറച്ചും കൂടെ നോക്കണം. കുറച്ചൊക്കെ നമ്മൾ പുറത്തു കൂടെയൊക്കെ വെള്ളമാക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴേ അത് പ്രോപ്പറായിട്ട് അതിലേക്ക് അറ്റാച്ച്ഡ് ആവുള്ളൂ. അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ കയർ എടുത്ത് മാറ്റാം. അപ്പോൾ ഇതും നമ്മൾ പുറത്ത് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളൊരു കൂജയാണ്. അതിന് പ്രത്യേകിച്ച് ലീക്കൊന്നുമില്ല. പക്ഷെ വെള്ളം വെക്കുമ്പോൾ ചൂടുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ആവിയായി പോവാണ്. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ അതിൽ വെള്ളം നിറച്ച് വെക്കാറുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഈ വാങ്ങിയ ചട്ടിയിലൊക്കെ നമുക്ക് പ്ലാന്റ്സ് സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ആക്ച്വലി ബീച്ചിലുണ്ട്. ഒരു ബീച്ചിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് വലിയൊരു നഴ്സറി. എനിക്കിപ്പോൾ നഴ്സറിൻ്റെ പേരെന്താണെന്ന് ഓർമ്മ വരുന്നില്ല. ഇവിടെ കാലിക്കറ്റ് ബീച്ചിൽ
അവിടെ പല ടൈപ്പ് പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നിയത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു കളർ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ മണ്ണും കാര്യങ്ങളൊന്നും മാറ്റാണ്ട് തന്നെ ഡയറക്റ്റ് ഈ ഒരു ചട്ടിയിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതുപോലെ അതിൻ്റെ ലീവ്സൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു. ഈ പ്ലാന്റ്സിൻ്റെ പരിപാടി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം ഇവിടെ റെഡിയാക്കി വെക്കുന്നത് ഒരു ബക്കറ്റും അതിൽ കുറച്ച് വെള്ളവും ഒരു ക്ലോത്തുമാണ് കേട്ടോ. കാരണം ഈ ലീവ്സ് തുടയ്ക്കാനും അതുപോലെ മണ്ണൊക്കെ ടേബിളിൽ വീഴുകയാണെങ്കിൽ അപ്പം തുടച്ചാൽ നമുക്ക് വലിയ പണിയില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യുന്നത് വേറൊരു ടാസ്ക് ആയിട്ട് മാറും. അങ്ങനെ അവർക്കും കുറച്ച് വെള്ളം ഞാൻ സൈഡിൽ കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്തു. പോട്ടിംഗ് മിക്സ് ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. എന്തായാലും ആ ഉള്ള മിക്സ് തന്നെ നല്ലോണം വളരട്ടെ എന്ന് വിചാരിച്ചു. ജസ്റ്റ് ഈ ഒരു പോട്ടിലേക്ക് ഞാൻ ഇറക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി കൂടുതൽ തൈകൾ കിളുത്ത് വരുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് പുറത്തുള്ളൊരു ചട്ടിയിലേക്ക് മാറ്റി വെക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത പോട്ട്. ഇതിലേക്ക് എന്ത് വെക്കണം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. ഇത് ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇത് കുറച്ച് ദിവസം മുന്നേ ഞാൻ അതിൻ്റെ ഒരു കിഴങ്ങ് കിട്ടിയിട്ട് അത് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരൊറ്റ ലീഫേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. ഞാൻ വിചാരിച്ചു ഈ ഒരു പോട്ടിൽ തന്നെ ഇരിക്കട്ടെ. ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റാണിത്. പേരൊക്കെ ആദ്യമൊക്കെ എനിക്ക് അറിയായിരുന്നു കേട്ടോ. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ ബാക്കിൽ അങ്ങനെ നടക്കാത്തതുകൊണ്ട് എനിക്ക് പേരുകളും കാര്യങ്ങളൊക്കെ മറന്നു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ രണ്ടാമത്തെ ആളെയും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിതുപോലെ ഈ സെറാമിക് പോട്ടിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് മണ്ണ് ഇട്ടിട്ട് അങ്ങനെ ആ ഒരു രീതി എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ വേറൊരു പോട്ട് അതിലേക്ക് എപ്പോഴും കയറ്റി വെക്കുന്നത്. ഇത് പിന്നെ എന്തോ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പ്ലാന്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ എവിടെയെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് ഐക്യന്ന് വാങ്ങിയിട്ടുള്ളൊരു വൈറ്റ് പോട്ടാണ് കേട്ടോ. ഐക്യന്ന് വാങ്ങിയതാണോ അതോ ഇനി അന്ന് ഷോപ്പിംഗ് ചെയ്തപ്പോൾ അവരുടെ എന്തോ ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഒരു പ്രാവശ്യം അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2-3 പോട്ട്സ് എനിക്ക് ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട് ഐക്യന്ന്. അപ്പോൾ ഇത് ഞാൻ വയനാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വേറൊരു സക്യുലൻ്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ വരുന്ന ചേച്ചി ഇതിനെ സ്നേഹിച്ചത് കാരണം ഇത് ഫുള്ള് ചീഞ്ഞു പോയിട്ടോ. ഇതിന് തീരെ ഓവർ വാട്ടറിങ് പറ്റില്ല. അപ്പം അങ്ങനെ ഇതൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ആക്ച്വലി ഈ പോട്ട് ഫുള്ളായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷേ അതിന് ഭാഗ്യമില്ല, എനിക്കും ഭാഗ്യമില്ല. അപ്പം അങ്ങനെ ഇതിൽ കേടാവാത്തതൊക്കെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഇതുപോലെ 3 ഫ്ലവേഴ്സ്, അതായത് 3 തണ്ടുകൾ മാത്രമുണ്ട് കേടാവാത്തത്. അപ്പോൾ അതിനെ മാറ്റി എടുത്തിട്ട് ഞാൻ വേറെ പോട്ടിംഗ് മിക്സ് ഉണ്ട്. പോട്ടിംഗ് മിക്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ അതിലേക്ക് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഭാഗ്യവും യോഗമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, അത്രേ ഞാൻ വിചാരിക്കണുള്ളൂ. എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല. പിന്നെ ഈ ഒരു പോട്ടിലെ മിക്സ് ആണെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള മിക്സ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ കട്ടകട്ടായിട്ട് കിടക്കുന്ന മിക്സ് ആകുമ്പം അതിലേക്ക് കൂടുതൽ വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് കേടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൽ ശരിക്കും വെള്ളം ഇത്തിരിയും നിൽക്കാത്ത ആ ഒരു ടൈപ്പ് പോട്ടിംഗ് മിക്സ് ആണ് വേണ്ടത്. എന്നാലേ ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ സർവൈവ് ചെയ്യുള്ളൂ. ഞാനന്ന് വയനാട് പോയപ്പം അത്യാവശ്യം കുറച്ച് കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു എനിക്ക് ഈ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, വേറൊരു പോട്ടിലേക്ക് റീപോട്ട് ചെയ്യാം. ആ ഒരു 2-3 തണ്ടുണ്ടല്ലോ, അതിനെ മാത്രം റീപോട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അടിയിലേക്ക് ഞാൻ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്പെഷ്യലായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സ് ഉണ്ട്. ആ പോട്ടിംഗ് മിക്സാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇത് ഭയങ്കര ലൂസായിട്ട് കിടക്കുന്നൊരു പോട്ടിംഗ് മിക്സാണ്. മാത്രമല്ല അത്ര അങ്ങോട്ട് വെള്ളം റീറ്റെയിൻ ചെയ്യാതൊരു ടൈപ്പ് പോട്ടിംഗ് മിക്സാണ്. അപ്പോൾ ഇത് ഞാൻ അവിടെ പോയപ്പോൾ, വയനാട്ടിൽ പോയപ്പോൾ സ്പെഷ്യലായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. 3 തണ്ടുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ 3 ഹോൾസൊക്കെ ഉണ്ടാക്കി ഞാൻ അതിനെ വയ്ക്കുകയാണ്. അപ്പോൾ നമുക്കത് പ്ലാന്റ് ചെയ്യണത് കാണാം. ഈ ഒരു പോട്ടിംഗ് മിക്സ് അവിടെ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ എല്ലാ നഴ്സറിയിലും അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഇൻഡോർ
പ്ലാന്റ്സിനുള്ള പോട്ടിംഗ് മിക്സാന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെഷ്യലായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പം നമുക്ക് ആ ഒരു മിക്സ് ചെയ്യേണ്ട പണി കുറഞ്ഞു കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ശരിക്കും എത്രത്തോളം നിൽക്കുന്നൊന്നും എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ വെയിലത്ത് വെച്ചാൽ നല്ല രീതിയിൽ വളരും. പക്ഷേ ഇനിയിപ്പോൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ മഴയൊന്നും ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോവുകയും ചെയ്യും. അപ്പം ഒരു പരീക്ഷണാർത്ഥമാണ് ഞാനിത് പോട്ടിംഗ് മിക്സൊക്കെ മാറ്റി വെക്കണത്. പിന്നെ ഈ ചെറിയ അല്ലികളൊക്കെ വെച്ചാൽ അതിൽ നിന്നൊക്കെ ഇതുപോലെ ഈ ഒരു ചെടി വലുതായി വരും കേട്ടോ. ഇത് പിടിച്ച് കഴിയുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ വരും. അങ്ങനെ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തു. പിന്നെ നമുക്കിത് ജസ്റ്റ് വീക്ക്ലി വൺസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വലിയ പോട്ടിലേക്കുള്ള ഒരു പ്ലാന്റാണ് റെഡിയാക്കാനുള്ളത്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെന്താ ബക്കറ്റും വെള്ളവും ക്ലോത്തൊക്കെ ആദ്യമേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോട്ട് ഈ വലിയൊരു പോട്ടിലേക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ ഒരു പോട്ടിലേക്ക് പോട്ടിങ് മിക്സ് ആക്കിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെടി വെക്കാമെന്ന്. അപ്പോൾ നോക്കുമ്പോഴാണ് എൻ്റെ ZZ പ്ലാന്റ് ഉണ്ട്. ഭയങ്കര ഓവർഗ്രോൺ ആയിട്ട് ഇരിക്കുകയാണ് എൻ്റെ ZZ പ്ലാന്റ്. ഇത് പുറത്ത് വെച്ചതായിരുന്നു കേട്ടോ, എൻ്റെ കാർ ഷെഡിൽ വെച്ചതായിരുന്നു. ഭയങ്കരമായിട്ട് ഓവർഗ്രോൺ ആയിട്ട് അതിങ്ങനെ ശരിക്കും നിൽക്കുന്നൊന്നുമില്ല. അതിങ്ങനെ 4 സൈഡിലേക്കും തൂങ്ങി കിടക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ പുറത്തെടുത്തു. എന്തായാലും ഇന്ന് ഈ ചെടീൻ്റെ ഒരു പണി ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയതാണല്ലോ. അപ്പം ഇനി ഇതൊക്കെ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 3 പോട്ട്സ് ഉണ്ട്. അപ്പോൾ 2 എണ്ണം ഇതുപോലെ പുറത്തേക്ക് എടുത്ത് അതിൻ്റെ കുറച്ച് അതിൻ്റെ അടിയിൽ കിഴങ്ങാണ് കേട്ടോ ഉണ്ടാവുക. അപ്പം അതിൻ്റെ കിഴങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് സെപ്പറേറ്റ് ചെയ്തു. ഇതുപോലെയാണുള്ളത്. ഫുൾ ഇങ്ങനെ ഓവർഗ്രോൺ ആയിട്ടാണ് ഉള്ളത്. പിന്നെ പോട്ടിംഗ് മിക്സൊക്കെ മാറ്റിയിട്ട് കുറേ ആയി. അപ്പം അങ്ങനെ ഓവർഗ്രോൺ ആയിട്ടുള്ളതിൻ്റെ പോട്ടിംഗ് മിക്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. പിന്നെ അതിൽ നിന്നും കുറച്ച് ചെടികളൊക്കെ മാറ്റി വെച്ചു. അങ്ങനെ അത്യാവശ്യം ആ ഒരു പോട്ടിൽ വെക്കാനുള്ള ZZ പ്ലാന്റ് എടുക്കാൻ നോക്കിയപ്പം വലിയൊരു പണിയാട്ടോ എനിക്ക് കിട്ടിയത്. ശരിക്കും നമ്മൾ ഈ പ്ലാന്റ്സുമായിട്ട് പണിയെടുക്കുമ്പോഴല്ലേ സമയം പോണത് അറിയേയില്ല കേട്ടോ. അപ്പം അങ്ങനെ ഈ ഒരു വലിയ പ്ലാന്റ് എടുത്ത് അതിൻ്റെതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പിന്നെ അത് ആ പോട്ടിലേക്ക് തിരിച്ച് നമ്മൾ റീപോർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഈ ഒരു ZZ പ്ലാന്റിൻ്റെ ഒരു പീസൊക്കെ എടുത്ത് റെഡിയാക്കി അതിനെ പീസസ് ആക്കിയപ്പോഴത്തേക്കിനും കുറേ ടൈമായിട്ടുണ്ടായിരുന്നു. പിന്നാണെങ്കിൽ ഇപ്പം നാട്ടിലത്തെ ചൂട് എല്ലാവർക്കും അറിയാലോ, ഭയങ്കര ചൂടാട്ടോ. എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ വേണ്ടി നിന്നാൽ തന്നെ ഭയങ്കര ചൂടാണ്. ഏതായാലും ചെടികളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയതല്ലേ, ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ എനിക്ക് ഈ ഒരു സംഭവം മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് മടിയാകും. അപ്പം നമ്മൾ തണ്ടുകളൊക്കെ മാറ്റി കഴിഞ്ഞിട്ടും ആ ഉള്ള തണ്ടുകളൊന്നും നേരെ നിൽക്കുന്നില്ല കേട്ടോ. ഒന്നാമത് ഈ ഒരു പോട്ടില്ലേ, വൈറ്റ് പോട്ടിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് പോട്ടാണ്. അപ്പോൾ ആ ബ്ലാക്ക് പോട്ടിന് ഡെപ്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് താഴോട്ട് എനിക്ക് അങ്ങോട്ട് വെക്കാനും പറ്റണില്ല. എനിവേ എങ്ങനെയൊക്കെയോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു 2 ചെടിയും റീപോർട്ട് ചെയ്തു. അപ്പോൾ റീപോർട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ. ഇത്രയും നമുക്ക് ZZ വേറെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് വേറെ വേറെ പോട്ട്സിൽ റീപോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ കണ്ട ആ ഒരു പോട്ടുണ്ടല്ലോ, അതിലേക്ക് ബാക്കിയുള്ളതൊക്കെ എടുത്ത് റീപോർട്ട് ചെയ്തു. പിന്നെ കുറേ എണ്ണം ശരിക്കും പറഞ്ഞാൽ പുറത്തൊക്കെ വെച്ചിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഭയങ്കര വലുതായിട്ടുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഇതിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അത് ചീഞ്ഞു പോവും, ചിലപ്പം നല്ലോണം അത് പിടിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ആ പോട്ടിൽ നിന്ന് റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പം വലിയ വലിയ തണ്ടുകളാട്ടോ. അപ്പം ഇവർക്ക് തീരെ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പ്ലാന്റ് ചെയ്യണത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ടും ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 1 വീക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 1-2 തണ്ട് മാത്രമേ യെല്ലോ കളറായിട്ട് ചീഞ്ഞ് പോയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അധികം വെള്ളമൊന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് എടുക്കണമായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത കട്ടിങ്സൊക്കെ അതിലേക്ക് തന്നെ പ്ലാന്റ് ചെയ്ത് നല്ല ബുഷിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ 3ാമത്തെ പോട്ടും അങ്ങനെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് പുറത്ത് വെച്ചതുകൊണ്ട് തന്നെ ഇതിൽ നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു. ഏറെക്കുറെ ഞാൻ ക്ഷമയോടുകൂടെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുത്തു. കുറേയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രാജുവലി
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാട്ടർ ചെയ്യാൻ വരുമ്പോഴൊക്കെ ഞാൻ തുടച്ച് കൊടുത്ത് വൃത്തിയാക്കും. ശരിക്കും ഈ ലീവ്സിൻ്റെ മുകളിൽ പൊടികളും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ തന്നെ അതിന് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു സ്പേസ് പോലും കിട്ടില്ല. അപ്പോൾ അതൊക്കെ തുടച്ച് കൊടുത്താൽ നമ്മളെ പ്ലാന്റ്സ് നന്നായിട്ട് വളരും. ഇത് ഞാൻ ഐക്കിയെന്ന് വാങ്ങിയിട്ടുള്ള ചെറിയൊരു പോട്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതുപോലെ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഞാൻ ഈ ഒരു മണി പ്ലാന്റ് ഇട്ടതാണ് കേട്ടോ. കാരണം ഇനിയൊരു ചെറിയ ചട്ടി അതിലേക്ക് ഒപ്പിക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നല്ല അടിപൊളി ഒരു മാവുണ്ട്. അതിൽ നിന്നൊരു മാങ്ങ വീണ് കിട്ടിയപ്പം ഞാൻ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പോയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ പ്ലാന്റ്സിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ ആദ്യമൊക്കെ ഈ ഒരു തിണമ്മൽ ഡയറക്റ്റായിട്ട് തന്നെയാണ് വെക്കാറുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ചെറിയ സ്റ്റാൻഡുകൾ വാങ്ങിയത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ആമസോണിൽ നിന്നിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു സ്റ്റാൻഡ്. ഇതുപോലത്തെ 4 എണ്ണം ഉണ്ട്. അപ്പോൾ 3 എണ്ണം ഇതുപോലെ ഒതുക്കി വെച്ചിട്ടാണ് ഞാനിപ്പം ഈ തിണമ്മൽ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിയിലേക്ക് വെള്ളമൊക്കെ ആയാൽ തുടയ്ക്കാനും അതുപോലെ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഈ ഒരു തിണ്ട് വൃത്തിയാക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ്സിനൊക്കെ വളരെ കുറച്ച് വെള്ളം മതി. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, നല്ല ഭംഗിയിലിരിക്കും. പിന്നെ ഈ ഒരു വുഡൻ സ്റ്റാൻഡ് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. കുറേ കാലമായിട്ടോ വാങ്ങിയിട്ട്. നല്ല അടിപൊളി സ്റ്റാൻഡാണ്. ഇതൊക്കെ സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ്. കാരണം മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറെക്കുറെ വെറൈറ്റീസ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. So this is Farah signing off. Bye bye. Take care. Assalamu alaikum.